വെൽക്കം ബാക്ക് ടു അർമാൻഡോ ബോക്സിംഗ് സീരീസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ചൊരു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ബോക്സിങ്ങിലെ പഞ്ചസ്, ഫുഡ് വർക്ക്, ബേസിക് മൂവ്മെൻ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഇനി ഇതിനെല്ലാം ഒന്നുകൂടെ പോളിഷ് ചെയ്യണം, പെർഫെക്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾ സ്വയം പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ കണ്ടിട്ട് അതിനെ വിലയിരുത്താത്തത് കൊണ്ട് അത് എത്രത്തോളം കൃത്യമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ നമുക്ക് പോളിഷ് ചെയ്യാനുള്ള കുറച്ച് മൂവ്മെൻറ്റ്സുകളാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെ പഞ്ചസിന് പവർ വരണമെങ്കിൽ നമ്മുടെ ഹിപ്പ് റൊട്ടേഷൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ നമ്മുടെ ലെഗിൽ നിന്നാണ് നമ്മൾ പവർ എടുക്കുന്നത്. ഒന്നുകൂടെ പറയുന്നു, പഞ്ചസിന് പവർ വേണമെങ്കിൽ ഹിപ്പ് റൊട്ടേഷൻ നിർബന്ധമാണ്. കൂടാതെ ലെഗ് നിന്നാണ് നമ്മൾ ആ പവർ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ അതായത് നമ്മളെ കയ്യിലേക്ക് എത്തുന്ന കൈനറ്റിക് പവർ എന്ന് പറയുന്നത് ലെഗിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടാണ് കയ്യിലേക്ക് എത്തുന്നത്. ഇനി പലരുടെ മൂവ്മെൻറ്റും പഞ്ച് ചെയ്യുന്നത് ജസ്റ്റ് നിന്ന സ്ഥലത്ത് നിന്നാണ്. 1 2 1 2. ഇനി ചില ആൾക്കാർ ചെയ്യുന്നത് ചിലപ്പം 1 1 1 ഇത്തരത്തിലെല്ലാം ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതായത് കറക്റ്റ് ഒരു പോളിഷ്ഡ് ഷാർപ്പ് അല്ലാത്തൊരു വേർഷനിലായിരിക്കും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ പഞ്ചസ് ചെയ്യുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള പഞ്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ 2 എന്ന പഞ്ച് എടുക്കുക. നിങ്ങളുടെ 2 എന്ന പഞ്ചിന് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള പവർ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാൻ പഞ്ച് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത്. ഇത് പവർഫുൾ ആണോ എന്നുള്ളതാണ് നിങ്ങളിവിടെ നോക്കി വിലയിരുത്തേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പവർഫുൾ അല്ല. ഇതിനെങ്ങനെ കൂടുതൽ പവർഫുൾ ആക്കാം? ഞാൻ 2 എന്ന പഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്ന ഹിപ്പ് റൊട്ടേഷൻ, ആ ഒരു സഡൻ മൂവ്മെൻറ്റ്, അതാണ് എൻ്റെ പവറിനെ പവർഫുൾ ആക്കുന്നത്. ഇവിടെ എൻ്റെ ഗാർഡ് കറക്റ്റായിട്ട് അപ്പ് ആവുന്നുണ്ട്, മാക്സിമം റീച്ച് വരുന്നുണ്ട്. എൻ്റെ ഹിപ്പ് റൊട്ടേഷൻ അത് സഡനാണ്. ഞാൻ ടോല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ബോൾ ഓഫ് ദ ഫുട്ട് അതിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്തതിനേക്കാൾ ബെറ്റർ വേർഷനാണ് ഇപ്പോൾ ചെയ്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള പഞ്ചസ് എനിക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു രീതി ചെക്ക് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു PVC പൈപ്പ്, അറൗണ്ട് ഒരു 175 ഹൈറ്റുള്ള ഒരു PVC പൈപ്പ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 173. ഞാൻ എൻ്റെ അതേ ഹൈറ്റ് വരുന്ന ഒരു PVC പൈപ്പ് എടുക്കുന്നു. നിങ്ങൾക്കൊരു ബോക്സിംഗ് പാർട്ട്ണർ ഉണ്ട്. അപ്പം അയാൾ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ളൊരു ബാഗ്, അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പാക്റ്റ് വരാത്ത തരത്തിലുള്ള ഒരു സർഫസ് ഉണ്ടെങ്കിൽ അതിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതിനെ കറക്റ്റ് സെൻറ്ററിലായിട്ട്, നമ്മുടെ നെക്കിന് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതിനെ ഹോൾഡ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ഹിപ്പ് റൊട്ടേഷൻ കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഞ്ചസ്, അതായത് നമ്മളിവിടെ ചെയ്യുന്നത് റൊട്ടേഷനാണ്, ഇത് കൃത്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചസും പവർഫുൾ ആയിരിക്കും. ഇപ്പം തൊട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹിപ്പിൻ്റെ ഡ്രൈവ് ഫാസ്റ്റ് ആവുന്നതിനനുസരിച്ചാണ് പഞ്ചസ് ഇമ്പാക്റ്റ് കൂടുന്നത്. അതേപോലെ നമ്മുടെ ബോൾ ഓഫ് ഫുട്ടിലുള്ള റൊട്ടേഷനും. ഇതിൽ 2 എന്ന പഞ്ചിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ടോനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഹിപ്പിലാണ് ഞാൻ പഞ്ച് ചെയ്യുന്നത്. ഹിപ്പ് റൊട്ടേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
നിങ്ങൾക്ക് എത്രത്തോളം ഓരോ പഞ്ചസിൻ്റെയും ഡിഫറൻസ് മനസ്സിലാവുമെന്നറിയില്ല. അപ്പം നിങ്ങൾ ഐ തിങ്ക് ഇതിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം ഞാൻ നോർമൽ പൊസിഷനിൽ നിന്ന് ഹിപ്പ് റൊട്ടേഷൻ മാത്രം യൂസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുന്നു. വൺ എന്ന പഞ്ച് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ നോർമൽ ഡ്രൈവ്. ഞാൻ ഇതിൽ എൻ്റെ ബോൾ ഓഫ് ദ ഫൂട്ടിൽ ഞാൻ എൻ്റെ ഹിപ്പ് റൊട്ടേഷന് ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കുന്നു. അതായത് എൻ്റെ ടോയിലുള്ള റൊട്ടേഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത മൂവ്മെൻറ്റ്. അത്തരത്തിൽ ചെയ്യുമ്പോൾ 2 എന്ന പഞ്ചിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. പഞ്ചിൻ്റെ വേഗത കൂടി, അല്ലെങ്കിൽ പഞ്ചിൽ വരുന്ന ആ ഒരു സ്ട്രെങ്ത്തിൽ മാറ്റമാണ്. ഇവിടെ ഞാൻ 1 എന്ന പഞ്ചിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ബോൾ ഓഫ് ദ ഫൂട്ടിൽ ഞാൻ ഹിപ്പിന് ഒന്നുകൂടെ ഡ്രൈവ് ചെയ്തു. അപ്പോൾ എൻ്റെ വേഗതയും മാറി, അതേപോലെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ആ ഒരു ആഘാതം അതും വർദ്ധിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങളുടെ പഞ്ച് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന്. നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ഇപ്പോൾ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ 1 and 2 എന്ന പഞ്ചസ് പ്രാക്ടീസ് ചെയ്യും. ഇതിൽ തന്നെ 1-2 എന്ന പഞ്ച് ഫോർവേഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ല ബാക്ക്വേഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടാത്ത ആൾക്കാരുണ്ട്. അതും നമുക്ക് ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സെയിം പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷോൾഡറിൽ വെക്കുന്നു. ഞാൻ എൻ്റെ ലെഫ്റ്റ് ലെഗ് 1 എന്ന പഞ്ച് ചെയ്യുമ്പോഴുള്ള സെയിം മൂവ്മെൻറ്റ് ഫോർവേഡിൽ 1, 2. അപ്പോൾ ഈ ഒരു റൊട്ടേഷൻ, എൻ്റെ ഹിപ്പിൽ വരുന്ന ഈ ഒരു റൊട്ടേഷൻ വരുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കോട്ടും ബാക്ക്വേർഡ് മൂവ്മെൻറ്റിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കോട്ട് നമ്മൾ റൈറ്റ് ലെഗിന് ആദ്യം വെക്കുമ്പോൾ 1, 1 more time, 1, 2, 1, 2. ഇത്തരത്തിൽ നിങ്ങളുടെ ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് വരുന്ന പഞ്ചസ് കൃത്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ ഹിപ്പ് ഡ്രൈവ് അവിടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക.